ബംഗ്ലാദേശിന്റെ പുതിയ നീക്കം, പുതിയ ഭരണസമിതി അധികാരത്തിൽ വന്നപ്പോഴേ പലരും പ്രതീക്ഷിച്ച നീക്കം തന്നെ സംഭവിച്ചിരിക്കുന്നു. അപകടകരമായ നീക്കമെന്ന് തന്നെ നമുക്കിതിനെ പറയേണ്ടി വരും. മുഹമ്മദ് യൂനുസിന്റെ നേതൃത്വത്തിലുള്ള ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാർ ഇപ്പോൾ അൽ ഖ്വയ്ദയുമായി ബന്ധമുള്ള തീവ്രവാദ സംഘടനയായ അൻസറുള്ള ബംഗ്ല ABT എന്ന് പറയുന്ന ഭീകര സംഘടനയുടെ തലവനെ ജയിലിൽ നിന്നും മോചിപ്പിച്ചിരിക്കുന്നു. മുഫ്തി ജാഷ്മുദ്ദീൻ റഹ്മാനിയ എന്ന് പറയുന്ന കൊടും ഭീകരൻ ഈ അൽ ഖ്വയ്ദയുടെ ബ്രാഞ്ചായി പ്രവർത്തിക്കുന്ന ബംഗ്ലാദേശിലെ അൻസറുള്ള ബംഗ്ല എന്ന് പറയുന്ന ഭീകര സംഘടനയുടെ തലവനെ ഗാസിയാപൂരിലെ കാശിംപൂർ ഹൈ സെക്യൂരിറ്റി ഉള്ളൊരു ജയിലിൽ നിന്നാണ് മോചിപ്പിച്ചിരിക്കുന്നത്. വിവിധ രാജ്യങ്ങളിലാണ് ആശങ്ക പഠിപ്പിച്ചിരിക്കുന്നത്. കാരണം ഈ ഒരു കൊടും ഭീകരൻ അൽ ഖ്വയ്ദയുടെ ബംഗ്ലാദേശ് ഘടകത്തിൻ്റെ ഭീകരൻ 2013 അറസ്റ്റിലായ ജയിലിലായപ്പെട്ട ഭീകരൻ. ഈ സംഘടന ഇന്ത്യയും വളരെ ജാഗ്രതയോടെ തന്നെ കാണുന്നു. 2017 ഇന്ത്യയിൽ ചുവടുറപ്പിക്കാൻ ഈ സംഘടന ശ്രമിച്ചിരുന്നു. അന്ന് 5 ഭീകരന്മാരാണ് കൊല്ലപ്പെട്ടത്. ABTയുടെ 5 ഭീകരന്മാർ കൊല്ലപ്പെട്ടിരുന്നു. ഈ തലവനെ മോചിപ്പിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം അറിഞ്ഞ മറ്റൊരു വാർത്ത, 1200ഓളം ഭീകരരെ വിവിധ ജയിലിൽ നിന്നായി ഈ കലാപകാരികൾ മോചിപ്പിച്ചെങ്കിൽ ഇപ്പോൾ സർക്കാർ തന്നെ, ബംഗ്ലാദേശ് സർക്കാർ തന്നെ, മുഹമ്മദ് യൂനുസിൻ്റെ നേതൃത്വമുള്ള സർക്കാർ തന്നെയാണ് ഇപ്പോൾ കൊടും ഭീകരനായ ഈ അൽ ഖ്വയ്ദയുടെ ബംഗ്ലാദേശ് ഘടകത്തിൻ്റെ തലവനെ തന്നെ മുഫ്തി ജാഷ്മുദ്ദീൻ റഹ്മാനിയെ മോചിപ്പിച്ചിരിക്കുന്നു. ഇന്ത്യയുടെ അതിർത്തിയിൽ സൈന്യം കനത്ത ജാഗ്രതയിലും ഒപ്പം തന്നെ അന്വേഷണ ഏജൻസികൾ, വിവിധ രാജ്യങ്ങളുടെ അന്വേഷണ ഏജൻസികളും ഒപ്പം തന്നെ വിവിധ രാജ്യങ്ങളുടെ ഏജൻസികൾ, രഹസ്യാന്വേഷണ ഏജൻസികൾ ഇപ്പോൾ ഈ റഹ്മാനിയ എവിടെയുണ്ട് എന്നുള്ള അന്വേഷണത്തിലാണെന്നും ചില റിപ്പോർട്ടുകൾ വരുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.